Hello friends, welcome back to Marian's Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ആർക്കും ചെയ്തെടുക്കാവുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പി. അത് ഇതിനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് കൂടി മതി. അത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കടകളിലൊക്കെ ഇപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയ നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങിന് വേണ്ടത്. അപ്പോൾ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണെന്നും ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നും. ഈ ഒരു പുഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ പാത്രം എടുത്തിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല. അതിനകത്തോട്ട് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത പാത്രത്തിൻ്റെ, അതായത് പുഡിങ് ഉണ്ടാക്കാൻ എടുത്ത പാത്രത്തിനനുസരിച്ചിട്ടാണ് കാരമൽ ചെയ്യാനുള്ള പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തീ സിം മോഡിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉരുകി വരും. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആക്കി കൊടുക്കണ്ട കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കയ്പ്പ് വരും. അപ്പോൾ ഒരു മീഡിയത്തിൽ ബ്രൗൺ കളർ ആക്കി കൊടുത്താൽ മതി. ഇതിവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ആക്കാനുള്ള ഈ പാത്രത്തിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരമൽ ചെയ്യുന്ന പഞ്ചസാര പെട്ടെന്ന് തന്നെ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചുറ്റിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അതിലിരുന്നിട്ട് സെറ്റായി പോവും. ഇങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുക്കിയെടുത്ത പഞ്ചസാര ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരുന്നോളും. ഇതിങ്ങനെ തന്നെ വെക്കുക. അത് നന്നായിട്ട് സെറ്റായി വന്നോളും. ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ടയുടെ വെള്ള മാത്രമാണ് എടുക്കുന്നത്. മഞ്ഞ നമുക്ക് വേണ്ട കേട്ടോ. ഇത് നല്ല വെള്ള കളറുള്ള പുഡിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വെള്ള മാത്രം മതി. മഞ്ഞ എടുത്ത് കഴിഞ്ഞാൽ കളറ് മാറിപ്പോവും. ഒരു 3 മുട്ടയുടെ വെള്ള മാത്രമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നല്ല വെള്ള കളറായിട്ട് ഇത് വരും കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആയ കാരണം മുട്ടയുടെ ടേസ്റ്റ് കാണും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ എസൻസ് ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം എസൻസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് എസൻസ് ആയാലും എടുക്കാം കേട്ടോ. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യണം ഒരുപാട് പഫായിട്ട് വരണമെന്നില്ല. അത്യാവശ്യം ഒന്ന് പഫായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുഡിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ കാരമൽ ചെയ്ത് വെച്ച ഈ ബൗളുണ്ടല്ലോ, ഇതോടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് നമ്മളിപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തത് മാറ്റി കൊടുക്കാം. അതായത് ഈ ബൗളിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ചെമ്പിൽ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ബൗളുണ്ടല്ലോ അത് ഈ ഇഡ്ഡലി ചെമ്പിനകത്തോട്ട് ഇറക്കി കൊടുക്കാം. ഇനി ഈ ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ പതുക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേവിച്ചെടുക്കാം. പക്ഷെ വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുട്ട അങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. ആ സമയത്ത് കവർ മാറ്റി കൊടുക്കണം. മുട്ട ആവിയിൽ വേവിക്കണം കാരണം അത് പൊന്തി വരാൻ തുടങ്ങും. പൊന്തി വരുന്ന സമയത്ത് നിങ്ങളത് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അങ്ങനെ തന്നെ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. വേവിച്ചെടുത്തതിന് ശേഷം തണുക്കാൻ വെക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇത് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ തണുക്കാൻ വയ്ക്കുമ്പോൾ ഇതങ്ങനെ ചുങ്ങിപ്പോവും. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. തണവ് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് പിടിച്ചു കൊടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പ്ലേറ്റ് കമത്തി വെച്ചിട്ട് മറിച്ചിടാം. അതായത് സേവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വിട്ടുപോരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇത് മറിച്ചിട്ടപ്പോൾ കുറച്ചൊന്ന് തെന്നിപ്പോയിട്ടുണ്ട്. ആ തെന്നിപ്പോയത് മാറ്റാൻ നേരത്ത് അതൊന്ന് വിട്ടു പോന്നു. അത്രയും സോഫ്റ്റാണ് ഈ പുഡിങ്. അത്രയും സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റാണ്. പിന്നെ മുട്ടയുടെ ടേസ്റ്റ് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐസ്ക്രീം എസൻസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേനൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സേവ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു ഇച്ചിരിക്കോളം തേനൊക്കെ ഒഴിച്ച് സേവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.